ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രം ഇടുക്കി രൂപത 2023-2024 പ്രവർത്തന വർഷ റിപ്പോർട്ട്. 118 സൺഡേ സ്കൂളുകളിലായി 22,600 കുട്ടികൾ 2,239 അധ്യാപകരുടെ നേതൃത്വത്തിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിലായി വിശ്വാസ പരിശീലനം നടത്തുന്നു. 2023 മെയ് മാസം 28-ന് പന്തക്കുസ്ത തിരുനാളിൻ്റെ അന്ന് വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫൊറോനയിൽ വെച്ച് രൂപതയിൽ ആദ്യമായി മുഴുവൻ മതാധ്യാപകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വാർഷിക കൺവെൻഷൻ നടത്തി. ഇടുക്കി രൂപത അധ്യക്ഷൻ അഭിവന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷനിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മുഖ്യ അതിഥിയായിരുന്നു. മരിയൻ പ്രാർത്ഥനാ ദിനം 2023 ഒക്ടോബറിൽ നടന്ന മെത്രാന്മാരുടെ സാധാരണ സിനഡിൽ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി മെയ് മാസം 31-ാം തീയതി ജപമാല ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് അന്നേ ദിവസം എല്ലാ ഇടവകകളിലും കുടുംബങ്ങളിലും കുട്ടികൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. 2023 ജൂൺ 4-ാം തീയതി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ കുഞ്ചിത്തണ്ണി ഹോളി ഫാമിലി ഫൊറോന ദേവാലയത്തിൽ വെച്ച് ഭക്തസംഘടനകളായ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെയും തിരുബാല സഖ്യത്തിൻ്റെയും പ്രവർത്തന വർഷ ഉദ്ഘാടനം നടത്തി. ജൂൺ 4-ന് മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് തൻ്റെ ഇടയലേഖനത്തിലൂടെ സഭ നമ്മുടെ അമ്മ എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ വിശ്വാസ പരിശീലനം ആരംഭിക്കുകയാണെന്നും സഭാജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളോടും ഗാഢമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനമാണ് മതബോധനമെന്നും പ്രേക്ഷിത തീഷ്ണത നമ്മിൽ ജ്വലിക്കാൻ ഭക്തസംഘടനകളിൽ സജീവമാകണമെന്നും അഭിവന്യ പിതാവ് ഉദ്ബോധിപ്പിച്ചു. ജൂൺ 4-ന് എല്ലാ ഇടവകകളിലും പിതാവിൻ്റെ ഇടയലേഖനം വായിച്ചു. ജൂണിലെ ആദ്യത്തെ 3 ആഴ്ചകളിലായി ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ രൂപതാ ടീം 60ഓളം ശാഖകളിൽ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ സന്ദർശനങ്ങൾ നടത്തി. ജൂൺ മാസം 11-ാം തീയതി ഉണ്ണീശോ കളരിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അന്ന് തന്നെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ മേഖലാതല കൗൺസിലും തിരഞ്ഞെടുപ്പും നടത്തപ്പെട്ടു. ജൂൺ മാസം 17-ാം തീയതി പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ ദിനം എല്ലാ ഇടവകകളിലും മരിയൻ സൊഡാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ശനിയാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുട്ടികൾ പള്ളിയിൽ ഒരുമിച്ചുകൂടിയും മരിയൻ സൊഡാലിറ്റിയുടെ പ്രാർത്ഥന ചൊല്ലുന്നു. ജൂൺ മാസം 23 മുതൽ 30 വരെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നിന്നു നടത്തിയ മതാധ്യാപകർക്ക് വേണ്ടിയുള്ള ഓൺലൈൻ ട്രെയിനിംഗ് പ്രോഗ്രാമിൽ നമ്മുടെ രൂപതയിലെ നിരവധി അധ്യാപകർ പങ്കെടുത്തു. കൂദാശകളെക്കുറിച്ചും കൗദാശിക ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമായിരുന്നു പ്രസ്തുത ട്രെയിനിംഗ്. ട്രെയിനിങ്ങിനോടനുബന്ധിച്ച് 175ഓളം അധ്യാപകർ അസൈൻമെൻറ്റ് സമർപ്പിക്കുകയും ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുകയും ചെയ്തു. ജൂലൈ മാസം 7-8 തീയതികളിലായി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വെച്ച് നടത്തിയ സ്പെഷ്യൽ ട്രെയിനിങ്ങിന് ഇടുക്കി രൂപതയെ പ്രതിനിധീകരിച്ച് സിസ്റ്റർ സ്റ്റാർലറ്റ് CMC, ശ്രീ മാത്യൂസ് ഐക്കര, ശ്രീ ബാബു പൊന്നോത്ത് എന്നിവർ പങ്കെടുത്തു. പിന്നീട് അവരുടെ നേതൃത്വത്തിൽ രൂപത റിസോഴ്സ് ടീമിന് പരിശീലനം നൽകി. റിസോഴ്സ് ടീം ട്രെയിനിംഗ് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ക്ലാസുകളും ക്യാമ്പുകളും നടത്തുവാൻ പ്രാപ്തരായ 30ഓളം റിസോഴ്സ് ടീം അംഗങ്ങളെ രൂപതാ കേന്ദ്രത്തിൽ വിളിച്ചുവരുത്തി പ്രത്യേകമായ പരിശീലനം നൽകി. അൽഫോൻസ ക്വിസ് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിനോട് അനുബന്ധിച്ച് 2023 ജൂലൈ 28-ന് ഇടവക തലത്തിൽ വിശുദ്ധ അൽഫോൻസ ക്വിസ് മത്സരവും ചിത്രരചനാ മത്സരവും നടത്തപ്പെട്ടു. ലോഗോസ് ക്വിസ് 23ാമത് അഖില കേരള ലോഗോസ് ക്വിസിൽ ഇടുക്കി രൂപതയിൽ നിന്ന് കുട്ടികളും മുതിർന്നവരുമായി 16,000ഓളം ആളുകൾ പങ്കെടുത്തു. 119 പേർ 70% മുകളിൽ മാർക്ക് നേടി. 6 വിഭാഗങ്ങളിലും മികച്ച മാർക്ക് നേടിയ 18 പേർ സംസ്ഥാനതല പരീക്ഷയിൽ പങ്കെടുക്കുകയും അതിൽ സേറ എലിസബത്ത് ഷിബു A വിഭാഗത്തിൽ സംസ്ഥാനതലത്തിൽ 3-ാം സ്ഥാനം നേടുകയും ചെയ്തു. മിഷൻ ക്വിസ് മിഷനെ അറിയുക, മിഷനെ സ്നേഹിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രവും സീറോ മലബാർ മിഷൻ ഓഫീസും സംയുക്തമായി ആഗോളതലത്തിൽ നടത്തിയ മിഷൻ ക്വിസ് മത്സരത്തിൽ ഇടുക്കി രൂപതയിൽ നിന്ന് വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. മുതിർന്നവരുടെ വിഭാഗത്തിൽ സിസ്റ്റർ ടെസ്സി SABS, സിസ്റ്റർ അഞ്ജു മരിയ SABS, ബിന്ദു തോമസ് പഴയരിക്കണ്ടവും, കുട്ടികളുടെ വിഭാഗത്തിൽ അനിറ്റ ഷിജി എഴുകുംവയൽ, അന്ന മരിയ സജി നെല്ലിപ്പാറ, എഡ്വിൻ ജിജു വിമലഗിരി എന്നിവരും രൂപതാതല സമ്മാനങ്ങൾ നേടി. ആഗോളതലത്തിൽ 3-ാം സ്ഥാനം നേടിയതും ഇടുക്കി രൂപത അംഗമായ സിസ്റ്റർ ടെസ്സി SABS ആണ്. പ്രതിഭാ സംഗമം 12ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് വേണ്ടി
കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടത്തുന്ന പ്രതിഭാ സംഗമത്തിൽ 12ാം ക്ലാസ്സിനെ പ്രതിനിധീകരിച്ച് ഇടുക്കി രൂപതയിൽ നിന്നും 4 കുട്ടികൾ പങ്കെടുത്തു. ജെഫിൻ ജോജോ വെള്ളയാംകുടി, ആൻമരിയ വാഴത്തോപ്പ്, ജോബിൻ സജി മുരിക്കുംതൊട്ടി, ജസിൽ ജേക്കബ് നെല്ലിപ്പാറ എന്നിവർ പങ്കെടുത്തു. ഇവരിൽ വെള്ളയാംകുടി ഇടവകാംഗമായ ജെഫിൻ ജോജോ സംസ്ഥാന പ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 7ാം ക്ലാസ്സിലെ കുട്ടികളെ പ്രതിനിധീകരിച്ച് അൽസ മരിയ ജോർജ് ഇരട്ടയാർ, മാത്യൂസ് പി ബിജു വാത്തിക്കുടി, ഒബ്രൈറ്റ് ജോർജ് നെടുങ്കണ്ടം, റോജിൻ ഷാജി വെള്ളയാംകുടി എന്നിവർ പങ്കെടുത്തു. സ്റ്റാഫ് സെക്രട്ടറി മീറ്റിംഗ്. ഇടവക തലത്തിലെ വിശ്വാസ പരിശീലനത്തിൽ ശ്രദ്ധിക്കേണ്ട ഓഫീസ് വർക്കുകളെക്കുറിച്ചും റിപ്പോർട്ടുകളെക്കുറിച്ചും വിലയിരുത്തുന്നതിന് രൂപതാ തലത്തിൽ 3 സെന്ററുകളിലായി എല്ലാ സ്റ്റാഫ് സെക്രട്ടറിമാരെയും ചേർത്ത് പരിശീലനം നൽകി. 10-12 ക്ലാസുകളിലെ അധ്യാപക പരിശീലനം. മുതിർന്ന കുട്ടികൾക്ക് പരിശീലനം നടത്തുന്ന 10-12 ക്ലാസുകളിലെ മത അധ്യാപകരെ രൂപതയിലെ 3 സെന്ററിൽ ആയി വിളിച്ചു ചേർത്ത് പരിശീലനം നൽകി. HM കോൺഫറൻസ്. വിശ്വാസ പരിശീലനം 6 മാസം പിന്നിട്ടപ്പോൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി രൂപതയിലെ എല്ലാ പ്രഥമ അധ്യാപകരെയും പെരിയ ബഹുമാനപ്പെട്ട ജോസ് പ്ലാച്ചിക്കൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തു. അന്നേ ദിവസം വിശ്വാസ പരിശീലന കലണ്ടർ പ്രകാശനം ചെയ്തു. യെസ് ട്രെയിനിംഗ് പ്രോഗ്രാം. ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലനത്തിൻ്റെ നേതൃത്വത്തിൽ യെസ് ട്രെയിനിംഗ് പ്രോഗ്രാം നല്ല രീതിയിൽ മുന്നേറുന്നു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 18 ക്യാമ്പുകൾ നടത്തി. ഈ ട്രെയിനിംഗ് വഴി ശരിയായ ജീവിത ദർശനം, നേതൃത്വവാസന, ആശയവിനിമയ ശേഷി, സാമൂഹിക പ്രതിബദ്ധത, പൊതുവിജ്ഞാനം, സഹോദര സ്നേഹം, ക്രിസ്തീയ വ്യക്തിത്വ രൂപീകരണം, നല്ല സ്വപ്നങ്ങൾ കണ്ട് അവ സ്വന്തമാക്കാനുള്ള പരിശീലനം, നല്ല സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തണം, സഭാസ്നേഹം, ദൈവാനുഭവം തുടങ്ങിയവ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നു. നിലവിൽ വിവിധ ബാച്ചുകളിലായി 660 കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. ഇതിനായി വൈദികരും സന്യസ്തരും അൽമായരും ചേർന്ന് 65ഓളം അധ്യാപകർ തങ്ങളുടെ സമയവും ആരോഗ്യവും കുട്ടികൾക്കായി മാറ്റിവെക്കുന്നു. ചിട്ടയായ പരിശീലനത്തിലൂടെ ക്രിയാത്മകവും വിശ്വാസത്തിൽ ആഴപ്പെട്ടതുമായ ഒരു യുവതലമുറയെ വാർത്തെടുക്കുവാൻ ഇതുവഴി സാധിക്കുന്നു. പാപ്പിറസ് പേപ്പർ സമാഹരണം. ഓരോ പാഴ് പേപ്പറുകളും വചന ചുരുളുകളായി മാറാൻ ഫിയാത്ത് മിഷനെ ഇടുക്കി രൂപത സഹായിക്കുന്നു. ബൈബിൾ പ്രിന്റിങ്ങിനു വേണ്ടി എല്ലാ ഇടവകകളിൽ നിന്നും സൺഡേ സ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ പേപ്പറുകൾ സമാഹരിക്കുകയും ആ പേപ്പറുകൾ ഫിയാത്ത് മിഷനെ ഏൽപ്പിക്കുകയും ചെയ്തു. ചെറുപുഷ്പ മിഷൻ ലീഗ്. 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടനയിൽ അംഗങ്ങളാക്കി അവരുടെ വ്യക്തിത്വ വികസനം, ദൈവവിളി പ്രോത്സാഹനം, മിഷൻ ആഭിമുഖ്യം എന്നിവ വളർത്തുന്നു. വിഷൻ ക്യാമ്പ്. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ യെസ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ ഇല്ലാത്ത കുട്ടികൾക്കായി 4 സെന്ററുകളിൽ വെച്ച് വിഷൻ ക്യാമ്പ് നടത്തി 350ഓളം കുട്ടികൾ പങ്കെടുത്തു. സുറിയാനി പാട്ട് മത്സരം. നമ്മുടെ ആരാധനാ ക്രമഭാഷയായ സുറിയാനി ഭാഷയോടുള്ള താൽപ്പര്യം കുട്ടികളിൽ വളർത്തുന്നതിനു വേണ്ടി കുട്ടികൾക്കായി സുറിയാനി പാട്ട് മത്സരം നടത്തി. 2 കാറ്റഗറിയായി നടത്തിയ മത്സരത്തിൽ 55ഓളം ഇടവകകളിൽ നിന്നുള്ള പങ്കാളിത്തമുണ്ടായി. കരോൾ ഗാന മത്സരം. കുട്ടികളെയും മുതിർന്നവരെയും ഉൾപ്പെടുത്തി കരോൾ ഗാന മത്സരം നടത്തി. 61 ഇടവകകളിൽ നിന്ന് പങ്കാളിത്തമുണ്ടായി. ജീവജലം വചനം എഴുത്തു മത്സരം. കുട്ടികളിൽ കൂടുതൽ ദൈവവചനങ്ങൾ മനഃപ്പാടമാക്കുന്നതിനു വേണ്ടി നടത്തിയ ജീവജലം വചനം എഴുത്തു മത്സരത്തിൽ 450ഓളം കുട്ടികൾ പങ്കെടുത്തു. 100-ലധികം വചനങ്ങൾ എഴുതിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. കയ്യെഴുത്തു മാസിക മത്സരം. കുഞ്ഞുങ്ങളുടെ സാഹിത്യ കലാവാസനകൾ വളർത്തുന്നതിനു വേണ്ടി കുട്ടികൾക്കായി കയ്യെഴുത്തു മാസിക മത്സരം നടത്തി. പ്രോഗ്രസ് കാർഡ്. വിശ്വാസ പരിശീലനം പഠനം മാത്രമല്ല, അതൊരു പരിശീലനമാണ് എന്ന് മനസ്സിലാക്കി കുഞ്ഞുങ്ങളുടെ ആധ്യാത്മിക നിലവാരം അളന്ന് ഇന്റേണൽ മാർക്ക് നൽകുന്നതിനു വേണ്ടിയാണ് പ്രോഗ്രസ് കാർഡ് ആരംഭിച്ചത്. വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം, വിശുദ്ധ കുർബാന സ്വീകരണം, കുർബാന പുസ്തകം ഉപയോഗിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള പരിശീലനം, CML, തിരുബാല സഖ്യം സംഘടനകളിലെ സജീവ പങ്കാളിത്തം, വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കൽ, ബൈബിൾ വായന, ദിവ്യകാരുണ്യ സന്ദർശനങ്ങൾ എന്നിവ നടത്തുവാൻ ഇതുവഴി കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. ഇതുകൂടാതെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഓരോ വർഷവും ലഭിച്ച മാർക്കുകൾ രേഖപ്പെടുത്തുന്ന ഒരു ഷീറ്റും ലഭ്യമാകുന്നു. മാർഗദീപം വോളിയം 3. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളായ വിശുദ്ധ ബൈബിളിനെയും പാരമ്പര്യങ്ങളെയും അടിസ്ഥാനമാക്കി സഭാംഗങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുന്നതിനു വേണ്ടി മാർഗദീപം വോളിയം 3 പ്രകാശനം ചെയ്തു.
ചെറിയ വേദോപദേശ പുസ്തകം പുതിയ പതിപ്പ്. നമസ്കാരങ്ങളുടെ സംശുദ്ധ രൂപമായ ചെറിയ വേദോപദേശത്തിൻ്റെ പുതിയ പതിപ്പ് ഇറക്കി. സൺഡേ സ്കൂൾ സന്ദർശനങ്ങൾ. സൺഡേ സ്കൂളിലെ പ്രഥമ അധ്യാപകരുടെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ സന്ദർശനങ്ങൾ നടത്തി. വർഷത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും ഡയറക്ടർ അച്ഛന്മാർ വിവിധ പള്ളികളിൽ സന്ദർശനങ്ങൾ നടത്തുന്നു. ശാഖ മേഖലാ സന്ദർശനങ്ങൾ. ചെറുപുഷ്പ മിഷൻ ലീഗിനെ കൂടുതൽ ആഴത്തിൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ രൂപതാ ടീം 10 മേഖലകളിലും 30ഓളം ശാഖകളിലും സന്ദർശനം നടത്തി. പ്രവർത്തന വർഷത്തിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മതാധ്യാപകർ. 2023-24 പ്രവർത്തന വർഷത്തിലെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് 2 മതാധ്യാപകർ ശ്രീ ചുമ്മാർ മാത്യു സാർ സ്പോൺസർ ചെയ്ത മത അധ്യാപക അവാർഡിന് ശ്രീമതി സോവലി ജോസ് കാപ്പിൽ വാഴത്തോപ്പ്, ശ്രീ ജോർജ് കുട്ടി MV മുത്തനാട്ട് ഇരട്ടയാർ എന്നിവർ അർഹരായി. പ്രവർത്തന വർഷത്തിൽ 25 വർഷം മതാധ്യാപനം പൂർത്തിയാക്കിയവർ. മതാധ്യാപന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ 13 മതാധ്യാപകരെ പ്രത്യേകം അവാർഡ് നൽകി ആദരിക്കുന്നു. ദീർഘകാലമായിട്ടുള്ള വിശ്വാസ പരിശീലന പ്രവർത്തനത്തിനും മാതൃകാ ജീവിതത്തിനും ഇടുക്കി രൂപതയുടെ അംഗീകാരം ഈ അവാർഡ്. 12 വർഷം നിത്യഹാജരായിട്ടുള്ള കുട്ടികൾ. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ തുടർച്ചയായ 12 വർഷങ്ങളിൽ മുടങ്ങാതെ സൺഡേ സ്കൂളിൽ പങ്കെടുത്ത 11 കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും പ്രത്യേകം അവാർഡ് നൽകി ആദരിക്കുന്നു. സ്റ്റഡി ഫോറം. തുടർ പരിശീലനത്തിന്റെ ഭാഗമായി മാസത്തിൽ ഒരു ഞായറാഴ്ച മതാധ്യാപകർക്ക് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സ്റ്റഡി ഫോറം നടത്തുന്നു. UCAT-ന്റെ ഭാഗം 1 ഈ വർഷം സ്റ്റഡി ഫോറത്തിന് നൽകിയത്. മതാധ്യാപക ക്വിസ്. മതാധ്യാപകരെ കൂടുതൽ പ്രബുദ്ധരാക്കുന്നതിനു വേണ്ടി സ്റ്റഡി ഫോറത്തിന്റെ വിഷയവും പൊതുവായിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തി അധ്യാപകർക്കു വേണ്ടി ക്വിസ് മത്സരം നടത്തി. അൽമായ വിഭാഗത്തിൽ ജൂലിമോൾ വർഗീസ് കനകക്കുന്ന്, ഷിൽജി ഷാജി ശ്രീവാമല, റോസമ്മ ചാക്കോ തങ്കമണി എന്നിവരും, സന്യസ്ത വിഭാഗത്തിൽ സിസ്റ്റർ ദീപ റോസ് SD, സിസ്റ്റർ മരിയ SH, സിസ്റ്റർ ടെസി CMC എന്നിവരും രൂപതാതല സമ്മാനങ്ങൾ നേടി. സുവിശേഷോത്സവം. അവധിക്കാലത്ത് വിശ്വാസ പരിശീലനം നടത്താൻ കുട്ടികൾക്ക് വേണ്ടി 3 ദിവസത്തെ സുവിശേഷോത്സവം പരിശീലനങ്ങൾ നടത്തി. സ്കോളർഷിപ്പ് പരീക്ഷ. ദൈവശാസ്ത്രത്തിലും സഭാവിജ്ഞാനീയത്തിലും കൂടുതൽ ആഴപ്പെടുന്നതിനു വേണ്ടി 4-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി സ്കോളർഷിപ്പ് പരീക്ഷകൾ നടത്തുന്നു. ക്രിസ്ത്യൻ ധ്യാനങ്ങൾ. അവധിക്കാലങ്ങൾ ആനന്ദപ്രദവും ആത്മീയവുമാക്കി മാറ്റാൻ രൂപതയിലെ വൈദിക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇടവകകളിൽ ക്രിസ്ത്യൻ ധ്യാനങ്ങൾ നടത്തി. വാഴത്തോപ്പ്, തങ്കമണി, രാജപുരം, കട്ടക്കാല, തൊവരയാർ, കോമ്പയാർ, ചെമ്പകപ്പാറ, പെരിഞ്ചാംകുട്ടി, വെൺമണി പള്ളികളിലാണ് ഇടുക്കി രൂപതയിലെ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ ധ്യാനങ്ങൾ നടത്തിയത്. മാലിപ്പറമ്പിലച്ചൻ പ്രസംഗ മത്സരം. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ചന്റെ 25ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ ഇരട്ടയാർ ഇടവകയിലെ നോയ യോഹന്നാൻ 1-ാം സ്ഥാനവും ക്യാഷ് അവാർഡും സ്വന്തമാക്കി. തിരുബാല സഖ്യം. കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ എന്ന ആപ്തവാക്യവുമായി 1 മുതൽ 5 വരെ ക്ലാസ്സിലെ കുട്ടികൾ തിരുബാല സഖ്യം സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. പ്രവർത്തന വർഷത്തിലെ മികച്ച സൺഡേ സ്കൂളുകൾ. സൺഡേ സ്കൂൾ റിപ്പോർട്ട്. പ്രഥമ അധ്യാപക സന്ദർശനം. ഇടവകയിൽ നൂതനമായി ചെയ്ത പ്രത്യേക പ്രവർത്തനങ്ങളുടെ സ്പെഷ്യൽ റിപ്പോർട്ട്. ഡയറക്ടർ അച്ഛൻ്റെ സന്ദർശനം. ഇവ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ പ്രവർത്തന വർഷത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സൺഡേ സ്കൂളുകളെ തിരഞ്ഞെടുത്തു. 63 സൺഡേ സ്കൂളുകൾ B ഗ്രേഡും 20 സൺഡേ സ്കൂളുകൾ A ഗ്രേഡും കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിന് 8 സൺഡേ സ്കൂളുകൾ A+ ഗ്രേഡ് നേടി. വിജയമാത സൺഡേ സ്കൂൾ ഈട്ടിത്തോപ്പ്, സെൻറ് മേരീസ് സൺഡേ സ്കൂൾ കരിമ്പൻ, സെൻറ് മേരീസ് സൺഡേ സ്കൂൾ പെരിഞ്ചാംകുട്ടി, സെൻറ് ജോർജ് സൺഡേ സ്കൂൾ വെൺമണി, സെൻറ് ജോസഫ് സൺഡേ സ്കൂൾ ജോസ്ഗിരി, സെൻറ് തോമസ് സൺഡേ സ്കൂൾ തങ്കമണി, സെൻറ് മരിയ ഗൊരേത്തി സൺഡേ സ്കൂൾ തോപ്രാങ്കുടി, സെൻറ് ജോർജ് സൺഡേ സ്കൂൾ വെള്ളയാങ്കുടി. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചെറിഞ്ഞ് ക്രിയാത്മകമായ പരിശീലനം നടത്തുവാൻ തുടർന്ന് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. നന്ദി. ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രം, ഇടുക്കി രൂപത.